ഇന്നത്തെ രാത്രിയിലെ ദൈവവചനധ്യാനത്തിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 16. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന അപ്പച്ച. ദൂതന്മാർ പോലും ഭയത്തോടെ നോക്കുന്ന അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് വിശ്വാസത്തിൽ പൊന്നുനാഥ ഞങ്ങൾക്ക് നോക്കി ആരാധിപ്പാൻ, പുകഴ്ത്തുവാൻ ശ്രേഷ്ഠമേറിയ മഹാഭാഗ്യം ക്രിസ്തുവിലൂടെ തന്നിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഭൗതികമായ നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്തത്, ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത്, ലോക മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്തവണ്ണം അഗോചരവും അപ്രമേയവുമായിരിക്കുന്ന തിരുവചനത്തിൻ്റെ സത്യങ്ങളെ അങ്ങയുടെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തരുവാൻ അങ്ങയ്ക്ക് മനസ്സായതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ രാത്രി കേൾപ്പിച്ച വചനവുമായി പരിശുദ്ധ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന പച്ച, പതിവ് പോലെ ഇന്നത്തെ രാത്രിയിലും അങ്ങയുടെ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിയേണ്ട സത്യങ്ങൾ ഇന്നത്തെ രാത്രി ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ അപ്പച്ച. അനുസരണയോടുകൂടി അങ്ങയുടെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് അങ്ങയുടെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലാട്ട്. നാം കേട്ട വചനം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. And of his fullness have all we received, and grace for grace. My brothers, my sisters, നമ്മുടെ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവവചനത്തിലുള്ള ശ്രേഷ്ഠമേറിയ വളരെ പ്രാധാന്യമർഹിക്കുന്ന അനേക വചനങ്ങൾ പലപ്പോഴും വിശ്വാസികളുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നിങ്ങളിൽ എത്ര പേര് ഈ ദൈവവചനം ധ്യാനിച്ചിട്ടുണ്ട്? ഈ കേട്ട വചനം, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. A believer is expected to have received this wonderful promise already. ഈ വായിച്ചു കേട്ടിരിക്കുന്ന ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം ഒരു വിശ്വാസി ഓൾറെഡി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുക. എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കൃപ പ്രാപിച്ചാൽ പോരായി, കൃപമേൽ കൃപ എന്തിനാ പ്രാപിക്കുന്നത്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഗ്രേസ് ഫോർ ഗ്രേസ്, കൃപയ്ക്ക് വേണ്ടിയുള്ള കൃപ. അമേസിങ്. കൃപയ്ക്ക് വേണ്ടിയുള്ള കൃപ. നമുക്ക് കൃപ മതി, പക്ഷെ ഇവിടെ പറയുന്നു നിങ്ങൾക്ക് ഓൾറെഡി കൃപയ്ക്ക് വേണ്ടിയുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ രാത്രി ഈ വചനം നാം ശ്രദ്ധയോടെ ഒന്ന് പഠിക്കുമ്പോൾ ഈ വാഗ്ദത്തത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നുവോ എന്ന് നാം സ്വയം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നു. ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പോക്കറ്റിൽ തപ്പി നോക്കിയിട്ട് പറഞ്ഞ് എല്ലാവർക്കും കിട്ടിയായിരുന്നു, എനിക്ക് കിട്ടിയില്ലല്ലോ നമ്മൾ പറയാറില്ലേ? പെട്ടെന്ന് നമ്മൾ തപ്പി നോക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ, കിട്ടാത്തൊരു കൈവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈവക്കും ഇല്ലേ? ഭൗതികമായ വിഷയത്തിൽ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കൈവക്കാൻ പറ്റും? എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. കൃപമേൽ കൃപ ഞാൻ പ്രാപിച്ചിട്ടില്ലല്ലോ. കൃപമേൽ കൃപ പ്രാപിക്കുക. കൃപയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? The timely help of God in need. അത്യാവശ്യ സമയത്ത് ദൈവത്തിൻ്റെ സഹായം ലഭിക്കുന്നതാണ് കൃപ. കൃപയ്ക്ക് വേറെ ഒത്തിരി വേൾഡിൽ ഡെഫിനിഷൻസ് ഉണ്ട്. അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവം തന്നിട്ടുള്ളതൊക്കെയും അൺമെറിറ്റഡ് അല്ലേ? ഈ ലോകത്തിൽ മെറിറ്റോട് കൂടി തന്നിട്ടുള്ളത് എന്തുകൊണ്ട് കർത്താവ്?
അപ്പോൾ ഗ്രേസ് അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത കൃപ അല്ലെങ്കിൽ അർഹിക്കാത്ത ദൈവത്തിന്റെ ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അർഹിക്കാത്തതല്ലേ സ്വർഗം കൊടുക്കുന്നത്? മഴ കൊടുക്കുന്നുണ്ട്, സൂര്യനെ കൊടുക്കുന്നുണ്ട്, വെയിൽ കൊടുക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവം അത് വല്ല മെറിറ്റിലാണോ കൊടുക്കുന്നത്? അവർക്ക് അർഹതപ്പെട്ടിട്ടാണോ കൊടുക്കുന്നത്? അല്ല. അതൊന്നും അർഹതപ്പെടാത്തതാണെങ്കിൽ കൃപയോ? ഹല്ലേലൂയ. കൃപയെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയാത്തതൊന്ന് ചെയ്യുവാൻ തക്കവണ്ണം തക്ക സമയത്ത് ദൈവം തരുന്ന സഹായത്തിനാണ് കൃപയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ വീഴുമെന്ന് തോന്നുമ്പോൾ വീഴാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം ആ സമയത്ത് തരുന്ന സഹായത്തെയാണ് കൃപയെന്ന് പറയുന്നത്. കൃപ ചില കാര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, ചില കാര്യങ്ങൾ സഹിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, ചിലതിനെ ഓവർകം ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ, ചില കാര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, ആ പ്രത്യേക സന്ദർഭത്തിൽ നമ്മളെ അതിന് കഴിവുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം സ്വർഗം തരുന്ന കരമാണ്, സ്വർഗം തരുന്ന സഹായ ഹസ്തമാണ് കൃപ. ഇവിടെ പറയുന്നു നിങ്ങൾക്ക് കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നുവെന്ന്. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ തോന്നുമോ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നമുക്ക് ഈ വചനം പറയുവാൻ പറ്റുമോ? എനിക്ക് കൃപയുണ്ടെന്ന്, ഇങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് കൃപയുണ്ടെന്ന്, ഇങ്ങനെ ചെയ്യാതിരിക്കുവാൻ എനിക്ക് കൃപയുണ്ടെന്ന്, ഇങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കൃപയുണ്ടെന്ന്, അതിനെ മറക്കുവാൻ എനിക്ക് കൃപയുണ്ടെന്ന്, ഇതിനെ പൊറുക്കുവാൻ എനിക്ക് കൃപയുണ്ടെന്ന്, അതിനോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം കൃപയുണ്ടെന്ന്, ഇതിനെ ആഗ്രഹിക്കാതിരിക്കാൻ എനിക്ക് കൃപയുണ്ടെന്ന് പറയാൻ കഴിയുമോ സഹോദരങ്ങളെ? അങ്ങനെ പറയുവാൻ കഴിയത്തില്ലെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീർന്നോ? കൃപമേൽ കൃപ നമ്മൾ പ്രാപിച്ചോ? നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത് അതാണ്. പരിശുദ്ധനായ പിതാവ് നമ്മെ ക്രിസ്തുവിലൂടെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മെക്കുറിച്ചുള്ള സ്വർഗത്തിന്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കണം. റോമാലേഖനം 8:28-29 വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുമത്. ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കണം. ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയിത്തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. You know the responsibility of a bride when it comes in relationship with the bridegroom. ഒരു മണവാളനുമായുള്ള ബന്ധത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മണവാട്ടിയുടെ ഉത്തരവാദിത്തം എന്തെന്നറിയാമോ? മണവാളനെ സ്നേഹിക്കുന്ന, മണവാളന്റെ നടപ്പ് പോലെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന, മണവാളന്റെ അതേ ലക്ഷ്യമുള്ള, മണവാളൻ താമസിക്കുന്നിടത്ത് മണവാളനോട് കൂടെ താമസിക്കുവാൻ തയ്യാറെടുക്കുന്ന, മണവാളന് യോജിക്കാത്ത ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവം എന്നിലുണ്ടെങ്കിൽ അതൊക്കെയും വേണ്ടാന്ന് വെച്ച് ഒരു പുതിയ ജീവിതത്തിന് തയ്യാറാകുന്നവളാണ് മണവാട്ടി, ഭാര്യ. അപ്പോൾ എന്നെ ക്രിസ്തുവിന് മണവാട്ടിയായി ദൈവം സ്വർഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്തപ്പോൾ ഞാൻ പഠിക്കണം എൻ്റെ മണവാളൻ എങ്ങനെയുള്ളവനാണെന്ന്. അവനോട് ചേർന്ന് നിത്യമായ ഭവനത്തിൽ വസിക്കുവാൻ തക്കവണ്ണം യോഗ്യത ഉള്ളവളാണോ ഞാൻ എന്ന് എന്നെ തന്നെ ഞാൻ ശോധന ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഭൗതികമായ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു പുരുഷന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം ഒരു സ്ത്രീക്ക് കഴിയാതെ വന്നാൽ ഹല്ലേലൂയ എന്താ സംഭവിക്കുന്നത്? അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. ആ ഭവനത്തിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല. സ്വർഗത്തിൽ സ്വസ്ഥത ഇല്ലാതാകുന്ന ഒരു നിമിഷമെങ്കിലും നമുക്ക് ഭാവനയെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നെ ഒരാളെ അവിടെ കൊണ്ടുപോയത് കൊണ്ട് സ്വർഗത്തിന്റെ സ്വസ്ഥത മാറുമെങ്കിൽ ഞാൻ അവിടെ എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ, സഹോദരിമാരെ? അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അതാണ്, ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപരായി തീരുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തുവുമായുള്ള വിവാഹ നിശ്ചയം, യേശുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, നിങ്ങൾ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മളിത് പഠിക്കുന്നുണ്ട്. ആദ്യത്തെ വാക്യങ്ങളിൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിനോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് കൃപ പ്രാപിച്ചേ മതിയാകും. ഈ ലോക ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ, ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ, ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കൃപ കിട്ടിയേ പറ്റൂ. എങ്കിലേ ഈ ലോകത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയൂ. ശത്രു കൊണ്ടിരുന്ന തന്ത്രങ്ങളെ ജയിക്കുവാൻ കഴിയൂ, ലോകത്തിന്റെ മോഹങ്ങളെ ജയിക്കുവാൻ കഴിയൂ, ജഡത്തിൻ്റെതായ ഇച്ഛകളെ ജയിക്കുവാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിലെ നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. ആ വാക്യമൊന്ന് ശ്രദ്ധിച്ചേ. അവൻ്റെ നിറവിൽ നിന്ന്, ആരുടെ നിറവിൽ നിന്ന്? യേശുവിൻ്റെ നിറവിൽ നിന്ന്. യേശു നിറഞ്ഞവനാ. ഹി ഈസ് 100 out of 100. ഹി ഈസ് 100%.
100% ആകുന്ന ക്രിസ്തുവിൽ നിന്ന് എന്നിലേക്ക് ഹല്ലേലൂയ കൃപ ഒഴുകുകയാണ്. യേശുവിനെ കുറിച്ച് വചനം പറയുന്നത് അവൻ കൃപ നിറഞ്ഞവനാണെന്ന, കൃപയും സത്യവും നിറഞ്ഞവനാണെന്ന. കൃപ, as far as grace is concerned, he is 100% full of grace. ആ ഫുൾനെസ്സിൽ നിന്നാണ് എന്നിലേക്ക് കൃപ പകരേണ്ടത്. ശ്രദ്ധിക്കണം, യേശുവിലേക്ക് നോക്കിയാൽ ആ ഫുൾനെസ് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഇതിനു മുമ്പ് ഈ വിഷയത്തെക്കുറിച്ചോ ഈ വചനത്തെക്കുറിച്ചോ നമ്മൾ ധ്യാനിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ രാത്രി ശ്രദ്ധയോടെ ഇത് പഠിക്കുക. When we talk about the fullness of Christ is in two terms. One is uncreated fullness and the other is created fullness. When you look into the life of Jesus, ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, യേശു കർത്താവിന്റെ ഈ ഭൗമിക ജീവിതത്തിലേക്ക് നോക്കിയാൽ, 33 പരം വർഷങ്ങളിൽ ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ച ജീവിതത്തിലേക്ക് നോക്കിയാൽ, he is 100 out of 100, 100% full of grace ആണ്. In two areas mainly. One is uncreated fullness and the other is created fullness. Hallelujah. ഒന്ന് സൃഷ്ടിക്കപ്പെടാത്ത, മനുഷ്യൻ സൃഷ്ടിക്കാത്ത, ഹല്ലേലൂയ, അവന് സ്വയസിദ്ധമായി കിട്ടിയിരിക്കുന്ന ആ ഫുൾനെസ്, ആ തികവ്, ആ നിറവ്. ആരായിരുന്നു താൻ? പൂർണ്ണ ദൈവമായിരുന്നു. It is talking about his deity. Uncreated fullness എന്ന് പറയുമ്പോൾ it is talking about the deity. Created fullness എന്ന് പറയുമ്പോൾ that is talking about the humanity, കർത്താവിന്റെ മനുഷ്യത്വം. ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ ദൈവത്വം കാണാം, കർത്താവിന്റെ മനുഷ്യത്വം കാണാം. ഇതിൽ രണ്ടിലും അവൻ ഗ്രേസിൽ 100% ആയിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ who is he? He is God. ദൈവത്തിന്റെ വചനം പറയുന്നു, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. സമ്പൂർണത, ഫുൾനെസ്. അവനിലല്ലോ ദൈവത്തിന്റെ സമ്പൂർണതയും. In him dwells the fullness of God in bodily form. Fullness of God. Look into Jesus. He is full of God. 100% he is God Almighty. God became man. ദൈവം മനുഷ്യനായി തീർന്നു. There is no doubt about. When he was walking in the streets of Palestine, it was God walking on this earth. പാലസ്തീനിലെ തെരുവീതിയിലൂടെ യേശു നടക്കുന്നത് കാണുമ്പോൾ സാക്ഷാൽ സർവശക്തനായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. When he was sitting in the boat of Peter, it was God Almighty sitting in the boat. ഹല്ലേലൂയ. പത്രോസിന്റെ പടകിൽ യേശു ഇരിക്കുന്നത് കാണുമ്പോൾ it was സർവശക്തനായ ദൈവം ഒരു മനുഷ്യനായി ഒതുങ്ങി ആ ബോട്ടിൽ ഇരിക്കുകയാണ്. When he was praying in Gethsemane, it was Almighty God praying there. In every sermon that he ever preached, it was God speaking to man. He was full God. He was full God. He doesn't lack anything. It is something like an ocean. ഒരു ഓഷ്യനിൽ നിന്ന് നമ്മൾ വെള്ളം കോരുക എന്ന് വെച്ചോ, how long we can draw water from an ocean? Tell me. When is it going to end? ഒരു സമുദ്രത്തിൽ നിന്ന്, ഒരു കടലിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു മഗ് കൊണ്ട് വെള്ളം കോരി മാറ്റുക എന്ന് വെച്ചോ, എത്ര മഗ്ഗുകൾ കാണും? How many glasses of water would be there in an ocean? Tell me. I tell you, it is infinite. It is infinite. No one can finish it off. No one can finish it off. കർത്താവിന്റെ കൃപയിൽ, കർത്താവിന്റെ നിറവിൽ നിന്ന് എന്നിലേക്ക് കൃപ പകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ never ending. Never ending. There won't be a time where God would say no more grace. അങ്ങനെ പറയാൻ ഒരു സാഹചര്യമില്ല. കൃപ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഓർക്കുക, അവനിൽ നിന്ന് കൃപമേൽ കൃപ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, there is nothing in this world in which we need something else. മറ്റെന്തെങ്കിലും കൂടെ എനിക്ക് വേണമെന്ന് പറയുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. That is what it means. കാരണം in everything we have his grace. Whether it is physical or spiritual or material, doesn't matter. At whatever circumstances you are going through, you face as a man or as a woman, God's grace is there.
That is what it means. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഞാൻ എൻ്റെ പോയിന്റ് അവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് പോകുക. ഐ എം കോൺഷ്യസ് അബൌട്ട് ദ ടൈം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് അൺക്രിയേറ്റഡ് ഫുൾനെസ്. അവിടുന്ന് ദൈവം ആരും ക്രിയേറ്റ് ചെയ്തതല്ല. Listen to me, my brothers, my sisters. He was God. He was God walking in 2 feet. He was God speaking through human mouth. He was God handling people with 2 hands. He was God. Can you ever imagine the God who created the whole universe and cosmos, the one who knows each and every name of the stars and the galaxies, coming into, I don't know how tall he was, probably maybe 5 feet something or 6 feet or something. Just imagine, the creator of the whole universe has come and inhabited in a human body. Can you ever imagine? This is the greatest miracle that the earth has ever seen. തന്നെ സൃഷ്ടിച്ച ദൈവം തന്റെ ഉള്ളിലേക്ക് വന്ന് ഒരു മനുഷ്യനായി നടക്കുകയാണ്. He was limiting himself. 1 പത്രോസ് 2-21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, നാം അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചിട്ട് പോയി. എന്റെ മുമ്പിൽ അവൻ ജീവിച്ച് കാണിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന്. എന്റെ മുമ്പിൽ കർത്താവ് ജീവിച്ചു കാണിച്ചു, ഞാൻ ദൈവ പൈതലാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്. എന്റെ മുമ്പിൽ എന്റെ കർത്താവ് ഒരു മാതൃക കാണിച്ചു, പാപത്തെ ജയിക്കുന്നത് എങ്ങനെയാണെന്ന്, പിശാചിനോട് എതിരിടുന്നത് എങ്ങനെയാണെന്ന്, ജഡത്തിന്റെ മോഹങ്ങളെ ജയിക്കുന്നത് എങ്ങനെയാണെന്ന്, ലോകം നിന്നെ അതിന്റെ മോഹങ്ങളിലേക്ക് മാടി വിളിക്കുമ്പോൾ ലോകത്തോട് നോ പറയുന്നത് എങ്ങനെയെന്ന് കർത്താവ് തന്റെ ഭൗതിക ജീവിതത്തിലൂടെ എനിക്ക് കാണിച്ചു തന്നു. മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നത് എങ്ങനെയെന്ന്, മറ്റുള്ളവരുടെ വേദനയിൽ പങ്കാളികളാകുന്നത് എങ്ങനെയെന്ന് കർത്താവ് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. He was full God. It is an uncreated fullness. Then what is created fullness? സൃഷ്ടിക്കപ്പെട്ട സമ്പൂർണത. When he became a man, it is not divine. It was because he lived a human life totally trusting in the Holy Spirit, like you and me. Imagine this. When he was God, അത് കർത്താവിന്റെ ഡിയറ്റിയിലേക്ക് നോക്കുമ്പോൾ, ദൈവത്വത്തിലേക്ക് നോക്കുമ്പോൾ, ആ പൂർണ്ണത ആരും സൃഷ്ടിച്ചതല്ല, താൻ ഒന്നും ചെയ്തതല്ല, താൻ ദൈവം തന്നെയാ. നിത്യത മുതൽ നിത്യത വരെ സർവശക്തനായ ദൈവം, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ, ആരും പേര് പറയാത്തവൻ, എല്ലാം തന്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുത്തെ ദൈവത്വം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺക്രിയേറ്റഡ്, ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല. പക്ഷെ അവിടുത്തെ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ താൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി. ദൈവത്തിൻ്റെ വചനത്തിൽ അത് എഴുതിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സമ്പൂർണ്ണതയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമെന്ന വചനമാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഒന്ന് നോക്കി. എബ്രായ ലേഖനം, ഹീബ്രൂസ്, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സസ് 7-9. പെട്ടെന്ന് ഞാനത് വായിച്ചു പോകുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. നൗ നെക്സ്റ്റ് വേഴ്സ്, തികഞ്ഞവനായി, മെയ്ഡ് പെർഫെക്റ്റ്. ഫുൾനെസ്. ഹാവ് യു ലിസൺഡ് ദ ഫുൾനെസ്? ദിസ് ഫുൾനെസ് വാസ് ക്രിയേറ്റഡ് ബൈ ജീസസ് ഹിംസെൽഫ് through his obedience. When he was living in his earthly body, തൻ്റെ ഭൗമികമായ ശരീരത്തിൽ താൻ ജീവിക്കുമ്പോൾ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പിതാവിനോട് പ്രാർത്ഥന കഴിച്ച്, ഹല്ലേലൂയ, അനുസരണത്തിൽ അവൻ തികഞ്ഞു. പാപത്തെ അവൻ ജയിച്ചു. തൻ്റെ ശരീരത്തിൽ ലോകത്തെ അവൻ ജയിച്ചു. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചു. പിശാച് കൊണ്ടുവന്ന പ്രലോഭനങ്ങളെ ജയിച്ചു. ഒരു പൂർണ്ണ മനുഷ്യനായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രം താൻ ആശ്രയിച്ച് എനിക്കും നിനക്കും മാതൃകയായി തീരേണ്ടതിന് തൻ്റെ ശരീരത്തിൽ മനുഷ്യൻ അവൻ ജയിച്ചു. ഇവിടെ പറഞ്ഞു തികഞ്ഞവനായി, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചത് തന്റെ ദൈവത്വം കൊണ്ടല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല. തന്റെ ദൈവത്വം കൊണ്ടാണ് യേശു കർത്താവ് മനുഷ്യനായി ജീവിച്ചതെങ്കിൽ യേശു കർത്താവിന് ഒരിക്കലും നമ്മളോട് പറയാൻ പറ്റത്തില്ല ഫോളോ മൈ ലൈഫ് എന്ന്. കാരണം നമുക്ക് പറയാൻ പറ്റും, ഞങ്ങൾ ദൈവമല്ലല്ലോ, ഞങ്ങൾ വെറും സാധാരണ മനുഷ്യരാണെന്ന്.
യു അണ്ടർസ്റ്റുഡ് മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്? അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നുവെന്ന് പത്രോസ് പരിശുദ്ധാത്മാവിൽ എഴുതണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാൻ കഴിയുന്ന ഒരു മാതൃകയാണ് കർത്താവ് കാണിച്ചു തന്നത്. കാരണം കർത്താവ് പൂർണ്ണ മനുഷ്യനായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിച്ചു. അതേ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിനെ അവിടുന്ന് നമ്മുടെ ഉള്ളിലാക്കി. ദിസ് ഈസ് ക്രിയേറ്റഡ് ഫുൾനെസ്. ഹി ഈസ് 100%. ഇവിടെ പറഞ്ഞു തികഞ്ഞവനായി. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എന്തെന്ന് നോക്കിയേ, മെയ്ഡ് പെർഫെക്റ്റ് എന്നല്ലേ 9ാമത്തെ വാക്യം. ആൻഡ് ബീയിങ് മെയ്ഡ് പെർഫെക്റ്റ് ഹി ബിക്കെയിം ദി ഓഥർ ഓഫ് ഇറ്റേണൽ സാൽവേഷൻ ആൻഡ് ഓൾ ദം ദാറ്റ് ഒബേ ഹിം. മെയ്ഡ് പെർഫെക്റ്റ് ഇവിടെ രണ്ടിടത്തും കണ്ടു. മുമ്പേ ആദ്യത്തെ വാക്യത്തിനകത്ത് കണ്ടതെന്നറിയാമോ? ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും, ഫുൾനെസ് ഇൻ ഹിസ് ഡെയിറ്റി. ഇവിടെ ഹ്യൂമാനിറ്റി മെയ്ഡ് പെർഫെക്റ്റ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഈ നിറവിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന കൃപ അന്യദിനം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഈ നിറവിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ കർത്താവിനെ കുറിച്ചൊരു പൂർണ്ണ ബോധ്യം നമുക്ക് കിട്ടി. ഹല്ലേലൂയ. അവിടുന്ന് സാക്ഷാൽ ദൈവമായി 100%, അവിടുന്ന് സാക്ഷാൽ മനുഷ്യനായിരുന്നു, ദൈവത്തിന് പ്രസാദമുള്ള 100%. There is nothing wrong anybody can see. കർത്താവിനെ ന്യായം വിധിച്ച പീലാത്തോസിന് അവനിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിനെ പ്രലോഭിപ്പിച്ച് പരീക്ഷിക്കാൻ വന്ന പിശാചിന് അവനൊരു കുറ്റം കാണാൻ പറ്റിയില്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും അവനൊരു കുറ്റം കാണുവാൻ കഴിയത്തില്ല. സ്വർഗത്തിലെ സർവശക്തനായ പിതാവിന് അവനൊരു കുറ്റം കാണുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 100 out of 100, 100-ൽ 100 as a man. I hope you understand, my brothers, my sisters. How did he achieve this as a man? ഒരു മനുഷ്യനായി നമ്മൾ കേട്ടല്ലോ, അൺക്രിയേറ്റഡ് എനിവേ വി കാൻ ഡു ഇറ്റ്, ബട്ട് ക്രിയേറ്റഡ് വി ക്യാൻ ഫോളോ. സൃഷ്ടിക്കപ്പെട്ട ക്രിസ്തു തൻ്റെ അനുസരണത്തിൽ, തൻ്റെ കണ്ണുനീരിൽ, തൻ്റെ പ്രാർത്ഥനയിൽ, തൻ്റെ അഭയയാചനയിൽ, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ തൻ്റെ കണ്ണുനീര് കൊണ്ട്, തൻ്റെ പ്രാർത്ഥന കൊണ്ട്, തൻ്റെ അനുസരണ കൊണ്ട്, തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലുള്ള നിലവിളി കൊണ്ട്, ഹല്ലേലൂയ, താൻ എത്തിയ ആ പെർഫെക്ഷനിലേക്ക് നമുക്കും എത്താൻ കഴിയും. അതാണ് അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ യേശുവിങ്കലേക്ക് നോക്കിയാൽ, ഹൗ ഡിഡ് ഹി ഡു ദിസ്? എങ്ങനെയാണ് യേശു കർത്താവ് ഇത് ചെയ്തത്? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിച്ചാൽ അതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. എന്താണെന്നൊന്ന് വായിച്ചേ. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35. അവിടെ എഴുതിയിരിക്കുന്നു, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. He started his day with a fellowship with God. തൻ്റെ ദിവസം ആരംഭിക്കുന്ന ആ 1-ാം അധ്യായം നിങ്ങളൊരു പകുതി കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു ദിവസത്തെ ബിസിനെസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഹൗ ബിസി ഹി വാസ്. ബിസി നോട്ട് ഇൻ ഡൂയിങ് സംതിങ് ഫോർ ഹിം. നോ, തനിക്ക് വേണ്ടി എന്തെങ്കിലും. നമ്മളൊക്കെ ബിസിയാണെന്ന് പറയും. എന്താ? നമ്മൾ നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുകയാ. ഓടി നടന്ന് ജോലി ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു, കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു, വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു, കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു, നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു. ദിസ് ഓൾ ഫോർ ourselves. But Jesus was not doing it for himself. ആ വചനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അവൻ പോകുന്നിടത്തൊക്കെയും പുരുഷാരം അവനെ അനുഗമിക്കുന്നു. നാനാവ്യാധികളായിട്ടുള്ളവർ, കുരുടരായിട്ടുള്ളവർ, മുടന്തരായിട്ടുള്ളവർ, രോഗികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ അനവധി മനുഷ്യർ, ആവശ്യക്കാര് വിവിധ വിഷയങ്ങളിൽ നിലവിളിച്ചുകൊണ്ട് തന്റെ പിന്നാലെ വരുന്ന കണ്ടപ്പോൾ അവരെ സൗഖ്യമാക്കി, അവരെ വിടുവിച്ചു, അവരെ ബലപ്പെടുത്തി, അവരെ ഉറപ്പിച്ചു, അവരോട് വചനം പറഞ്ഞു. He was so busy because he knew that only a few months are left for him to leave this earth. പക്ഷേ അവൻ്റെ ഒരു ദിവസം ആരംഭിച്ചത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ഇറ്റ് വാസ് നോട്ട് വൺ ഡേ, ദാറ്റ് വാസ് ഹിസ് ഹാബിറ്റ് എവറി സിംഗിൾ ഡേ. അതികാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവനൊരു നിർജ്ജന സ്ഥലത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഹി വാണ്ടഡ് ടു ബി അലോൺ വിത്ത് ഹിസ് ഫാദർ ഓൾ ദ ഡേയ്സ്. Every single day he was going to God alone there, where he spends probably hours communing with God, speaking to God, fellowshipping with his Father and receiving grace from him as a man. Amen. You understood it, my brothers, my sisters? He was crying. ഇങ്ങനെ ഈ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിച്ചത്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ
അഭയയാചന കഴിച്ചെന്ന്. ദിസ് ഈസ് വാട്ട് ഇറ്റ് ടോക്കിംഗ് അബൌട്ട്. നമ്മളിൽ എത്ര പേര് കരയുന്നു ദൈവമക്കളെ കർത്താവിൻ്റെ സന്നിധി? നമ്മൾ എത്ര പേര് കൃപയ്ക്കായി കരയുന്നു? അഡ്മിഷന് വേണ്ടി കരയുന്നുണ്ട്, രോഗം മാറാൻ വേണ്ടി കരയുന്നുണ്ട്, സാമ്പത്തിക കടക്കണികൾ മാറുവാൻ വേണ്ടി കരയുന്നു, ജോലി കിട്ടാൻ വേണ്ടി കരയുന്നു, ഭവനം ഉണ്ടാക്കുവാനൊക്കെ ഒന്നും കർത്താവിന് വഴിയൊരുക്കാൻ കരയുന്നു, ജോലി കിട്ടുവാൻ വേണ്ടി കരയുന്നു, കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നു. എന്നാൽ കർത്താവേ, അങ്ങയുടെ പാത പിന്തുടരുവാൻ തക്കവണ്ണം, ഈ ലോക ജീവിതം അവസാനിക്കുന്ന നിമിഷം അങ്ങയുടെ അടുക്കിലേക്ക് എത്തുവാൻ തക്കവണ്ണം, എന്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ മാറ്റുവാൻ, അതിനെ അതിജീവിപ്പാൻ, എന്റെ ബലഹീനതകളെ ജയിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച എത്ര ദൈവമക്കൾ ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. നോ വണ്ടർ അവർ ലൈഫ് ബിക്കം എംപ്റ്റി ആൻഡ് ഹോളോ. അതാണ് നമ്മുടെ ജീവിതം ശൂന്യമായി പോകുന്നത്. ഇത്രമാത്രം വചനം അറിഞ്ഞിട്ട് നാം തോറ്റുപോകുന്നത് അതുകൊണ്ടാ. ഇത്രമാത്രം ദൈവകൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരായിട്ടും പാപത്തിൽ വീണുപോകുന്നത് അതുകൊണ്ടാ. ലോകത്തെ സ്നേഹിച്ചു പോകുന്നത് അതുകൊണ്ടാ. ലോകത്തിലുള്ള മറ്റേതൊരു മനുഷ്യനുമുള്ള ബലഹീനതകൾ വിശ്വാസിയെ നിന്റെ ജീവിതത്തിൽ ഉള്ളതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നീ കൃപയ്ക്ക് വില കൊടുക്കുന്നില്ല, നീ കൃപ പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാ. മറന്നു പോകരുത്. യേശു കർത്താവ് ജീവിച്ചതുപോലെ ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും പൊട്ടൻഷ്യൽ കർത്താവ് തന്നിട്ടുണ്ട് ത്രൂ ഹോളി സ്പിരിറ്റ്. യേശു കർത്താവിന് അറിയാമായിരുന്നു തൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച്. ബിക്കോസ് ഹി കെയിം ഡൗൺ ഫ്രം ദെയർ. And the same Christ has told us what is happening in heaven and what is going to happen with us in our eternity. അത്യുന്നതനായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിന് ഈ ഭൂമിയെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം he has this comparison of heaven and the earth. സ്വർഗത്തിലെ തന്റെ പിതാവിന്റെ സാന്നിധ്യം സ്വർഗം താൻ കണ്ടതാണ്. ഹാലലുയ. നിത്യത മുതൽ താൻ സ്വർഗത്തിൽ വസിക്കുന്നവരാണ്. തന്റെ കയ്യിൽ സകലതും സൃഷ്ടിക്കപ്പെട്ടതാണ്. സ്വർഗത്തിന്റെ മഹത്വം, വിശുദ്ധി, പരിശുദ്ധി, സ്വർഗത്തിലെ ദൂതന്മാർ ഇതൊക്കെയും കണ്ട് പിതാവിന്റെ മഹത്വമുള്ള മുഖം കണ്ട് അവനോടുകൂടെ വസിച്ചവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദിസ് ഈസ് സംതിങ് ലൈക്ക് എ മൾട്ടി ബില്യണർ ഈസ് ഗോയിങ് ആൻഡ് ഡ്വെല്ലിംഗ് ഇൻ എ സ്ലം ഇൻ മുംബൈ. ഇവിടുത്തെ ഏതെങ്കിലും വലിയ പണക്കാരൻ അല്ലെങ്കിൽ ഇവിടുത്തെ ബക്കിംഗ്ഹാം പാലസിലുള്ള ഒരു രാജകുമാരൻ പോയി ബോംബെയിലുള്ള ഏതെങ്കിലും ഒരു സ്ലം ഏരിയയില് എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു ചേരി പ്രദേശത്ത് പോയിട്ട് താമസിക്കുന്ന അനുഭവം അതുപോലൊന്നും അല്ല ഇത്. നമുക്ക് ക്യാൻ യു എവർ ഇമാജിൻ ചേരി പ്രദേശത്ത് താമസിച്ചിട്ടുള്ളവരുണ്ടോ ഇതിനകത്ത്? ബോംബെയിൽ ജീവിച്ചിട്ടുള്ളയാളാണ് ഞാൻ 7-8 വർഷം. എനിക്കറിയാം. ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോയ്ലറ്റ് അവിടെ തന്നെയാ, കുളിക്കുന്നത് അവിടെ തന്നെ, കഴിക്കുന്നത് അവിടെ തന്നെ, ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ ചാലെന്നാണ് വിളിക്കുന്നത്. അത് ചാലെന്ന ചെറിയ കാർഡ്ബോർഡുകളും പ്ലാസ്റ്റിക്കും ഒക്കെ വെച്ചാണ് അവിടുത്തെ ചേരി പ്രദേശത്ത് വീടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പിലാ ടോയ്ലറ്റ് ഓപ്പൺ. അതിനകത്തൂടെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കും. നിങ്ങൾ ചിന്തിച്ചേ, ഒരു കുബേരപുത്രൻ ബക്കിംഗ്ഹാം പാലസിലുള്ള ഒരു രാജകുമാരൻ പോയിട്ട് അവിടെ ഒരു ചാലിനകത്ത് പോയി താമസിക്കാന്ന് പറഞ്ഞാൽ Is it okay? Is it easy? He has to pay a price. അതിൻ്റെ എത്രയോ ഇരട്ടിയാണെന്നറിയാമോ? പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് യേശു കർത്താവ് ഇറങ്ങി വന്ന് പാപപങ്കിലമായ സ്വാർത്ഥകളായിട്ടുള്ള ദുഷ്ടരായിരിക്കുന്ന ഈ മനുഷ്യരുടെ മധ്യത്തിൽ ജീവിക്കുക. It is not easy. It was not easy, my brothers, my sisters. Hallelujah. ജീവിക്കണമെങ്കിൽ കൃപ വേണം. നമുക്കത് കാണാൻ കഴിയാത്ത എന്താണെന്നറിയാമോ? സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം നമുക്കില്ലാത്തതുകൊണ്ടാണ്. കാരണം നമുക്ക് കമ്പയർ ചെയ്യാൻ ഒന്നുമില്ല. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഭൂമിയെ ഭൂമി കൊണ്ട് കമ്പയർ ചെയ്യുക. നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്നാ, എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സുഖം വേണമെന്നാ. പക്ഷെ കർത്താവ് വന്ന് കാണിച്ചു തന്നു, അങ്ങനെ അല്ല മക്കളെ, ഇങ്ങനെയല്ല. അവിടെ നിന്നെ വെയിറ്റ് ചെയ്യുക. എപ്പോഴാണെന്നറിയത്തില്ല. നാളെ ഈ സമയത്ത് നീ ഭൂമിയിലുണ്ടോ അറിയില്ല. ഈ കാലഘട്ടം കഴിയുമ്പോൾ നീ എന്നേക്കുമായി വരേണ്ട ഒരു സ്ഥലമുണ്ട്, നിത്യത. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. അത് കർത്താവ് വന്ന് നമുക്ക് കാണിച്ചു തരിക. എന്നിട്ടും നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈ ലോകത്തിൽ തന്നെ പിടിക്കുക. അപ്പോൾ കർത്താവിന് ഈ ലോകത്ത് ജയിക്കണമായിരുന്നെങ്കിൽ he wanted grace. He needed grace. That is the reason he woke up early in the morning. He rose up early in the morning, went alone into a solitary place where he was speaking to his Father and receiving grace from him to live that day. അന്നത്തെ ദിവസം ജീവിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് സാധാരണ മനുഷ്യനായി തീർന്നു ദൈവം. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ കർത്താവിൻ്റെ സന്നിധി, പിതാവിൻ്റെ സന്നിധി നിലവിളിക്കുക, കർത്താവേ ഇന്ന് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ.
അതാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവരോട് നിലവിളിക്കുന്നു. ഏത് മരണത്തിൽ നിന്ന്? ആത്മീക മരണത്തിൽ നിന്ന്, ഭൗതിക മരണത്തിൽ നിന്നല്ല. കാരണം കർത്താവ് പിന്നെ മരിച്ചല്ലോ, അപ്പോൾ പിന്നെ കർത്താവ് വിടുവിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ആത്മീക മരണത്തിൽ നിന്ന് വിടുവിക്കാൻ. Do we follow this example, my brothers, my sisters? Rest of the time we are going to think something about this. Look into the life of Jesus. How was he approaching his Father? മനുഷ്യനായ ക്രിസ്തു, മനുഷ്യനായ യേശു പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്തായിരുന്നു? അതേ മാതൃകയാണ് അല്പം പോലും മാറാതെ അപ്പോസ്തലന്മാർ പിൻപറ്റിയത്. അതേ മാതൃകയാണ് all through these centuries every man of God, every woman of God were following. Every single missionary, everyone who feared God, everyone who reverenced God, everyone who considered eternity much important than the life on earth, everyone had followed that same step as what they have seen in Christ. ക്രിസ്തുവിൽ കണ്ട അതേ മാതൃകയാണ് ആ അന്ന് മുതൽ ഇന്ന് വരെയും ഓരോ ഭക്തനും ഭക്തയും പിൻപറ്റിയത്. ആ മാതൃക എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ കർത്താവിൽ നിന്ന് നിറവ് പ്രാപിക്കണമെങ്കിൽ, ആ ഫുൾനെസ്സിൽ നമുക്ക് ആ നിറവിലേക്ക് വരണമെങ്കിൽ, ദൈവവചനത്തിലുടനീളം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതുന്നു. നിങ്ങൾക്ക് സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാൻ. എല്ലാം ഫുൾനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്നോരളവ്. This is what Christian life is. ഇതാണ് ക്രിസ്തീയ ജീവിതം ദൈവമക്കളെ. അമർത്തിക്കുലുക്കി നിറഞ്ഞു കവിയുന്ന ഒരളവ് നിന്റെ മടിയിലേക്ക് തരുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സൊക്കെ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന വേറെ രീതിയിലാണ്. അതല്ല ഇവിടെ. സ്വസ്ഥത, സമാധാനം, സന്തോഷം, ഹല്ലേലൂയ, അതൊക്കെയും നിറയും നമുക്ക്. ഇന്ന് ദൈവമക്കളെന്ന് പറയുന്നവർക്ക് എത്ര സ്വസ്ഥതയുണ്ട്, എത്ര കുടുംബങ്ങളിൽ സമാധാനമുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ, നമുക്ക് എത്ര പേർക്ക് കോപത്തെ ജയിക്കാൻ കഴിയും? എത്ര പേർക്ക് ധനമോഹത്തെ ജയിക്കാൻ കഴിയും? എത്ര പേർക്ക് ലോക സുഖത്തെ ജയിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ജഡമോഹങ്ങളെ ജയിക്കുവാൻ കഴിയും? നമ്മൾ അവിടെയൊക്കെ പാപ്പരാണ്. We are beggars in that. We haven't come to that level yet. We, by the way, most of us probably. Of course, there could be somebody amongst us who are at least tasting a little bit of that divine blessings. ആ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്ന ചിലരൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ടാകാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ബിലീവേഴ്സ് ഐ ആം ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് എന്താണ്? ആസ് എ മാൻ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ദൈവഭക്തരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവര് മാതൃകയാക്കി വെച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് മാതൃകയാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, when you come to God, admit your emptiness. That is number 1. When you come and kneel down before God, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് മുഴങ്കാൽ മടക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ എംപ്റ്റിനെസ്, നമ്മുടെ ശൂന്യത, ഹല്ലേലൂയ, നമ്മുടെ ഡിപ്രേവിറ്റി, ഹല്ലേലൂയ, ദൈവത്തെ കൂടാതെ എന്നെ കൊണ്ട് ഒന്നും കഴിയുകയില്ല എന്നുള്ള നിസ്സഹായത ദൈവസന്നിധിയിൽ സമ്മതിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6:38 പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനത്രേ വന്നിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രന് സ്വയമേ ചെയ്യുവാൻ ഒന്നും കഴിയത്തില്ല. What does it mean? He was showing his emptiness without the help of his Father. He was confessing that if my Father doesn't do, I can't do it. Whatever I am doing, it is the Father doing it through me. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ we need to admit our emptiness. എൻ്റെ കർത്താവേ, അങ്ങനെ നിർത്തിയെങ്കിൽ മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയൂ. അങ്ങനെക്ക് കൃപ തന്നെങ്കിൽ മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയൂ. എന്നിൽ ഒരു നന്മയുമില്ല. ഇത് തന്നെയല്ലേ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്?
നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നത് തിന്മയാ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. 7:24 പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? There is nothing good dwells in me. എന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അത് ആര് പറയുന്നുവോ അവനാണ് സ്വർഗം കൃപ കൊടുക്കുന്നത്. നമ്മളിൽ എത്ര പേര് കർത്താവിന്റെ സന്നിധി വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്? My brother, my sister, are you taking your Christian life seriously? My children, are you taking your Christian life seriously? Or are you someone like your other friends out in the world? We have a label that we are Christians. We have a label that we are believers. But do you have the power of a believer? Do you have the credentials of a believer? ഒരു വിശ്വാസിയുടെ ക്രെഡൻഷ്യൽസ്, സ്വർഗീയ സ്പിരിച്വൽ ക്രെഡൻഷ്യൽസ് നമുക്കുണ്ടോ? ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ am I different from the rest of the community out in the world? ലോകത്തിലുള്ള മറ്റു മനുഷ്യരെക്കാളുള്ള വ്യത്യസ്തത എന്നിൽ എന്താ ഉള്ളത്? അവർ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു, ഞാൻ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു. അവർ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാനും സുഖത്തിന് വേണ്ടി ജീവിക്കുന്നു. അവർ പലതും കണ്ട് ആനന്ദിക്കുന്നു, ഞാനും പലതും കണ്ട് ആനന്ദിക്കുന്നു. അവർക്ക് കോപം വരുമ്പോൾ അവർ കോപിക്കുന്നു, എനിക്ക് കോപം വരുമ്പോൾ ഞാനും കോപിക്കുന്നു. അവർ മോഹിക്കുന്നു, ഞാനും മോഹിക്കുന്നു. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവർ ഈ ലോകത്തിന്റെ വഴികളിലെല്ലാം നടക്കുന്നു. ഞാനും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ലോകത്തിന്റെ വഴികളിൽ നടക്കുന്നു. ഞായറാഴ്ച അവർ അമ്പലത്തിൽ പോകുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു. എന്താ വ്യത്യാസം ദൈവമക്കളെ? Go to God. Tell him that I am empty without you. empty ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം മാറും കേട്ടോ. എനിക്കൊന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ലെന്നും പറഞ്ഞ് വരുന്നവരുടെ മുഖം എങ്ങനെ ആയിരിക്കുന്നത്? ചിരിച്ചോണ്ടല്ലോ വരുന്നേ. അവരുടെ കണ്ണ് നിറഞ്ഞ് അവർ വിതുമ്പി, ഐ ആം ഹെൽപ്ലെസ്. ആരെങ്കിലും അവസാനത്തെ സഹായത്തിന് വേണ്ടി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം നിങ്ങളൊന്ന് ഓർത്തേ. മറ്റെങ്ങും സഹായം ലഭിക്കാതെ, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ തക്കവണ്ണം 5 പൈസ കയ്യിലില്ലാതെ, പലയിടത്തും പോയി വാതിൽ മുട്ടിയിട്ട് ആരിൽ നിന്നും സഹായം കഴിയാതെ നിങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് പറയാം, എൻ്റെ കുഞ്ഞിന് രോഗം മൂർച്ഛിച്ച് കിടക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് രോഗം മൂർച്ഛിച്ച് കിടക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പൈസയില്ല, ഞാൻ പലരോടും ചോദിച്ചു ഒന്നുമില്ല എന്ന് പറയുന്ന നിമിഷം ആ വ്യക്തി പൊട്ടിക്കരയും. ബിക്കോസ് ഹി നീഡ്സ് യുവർ ഹെൽപ്പ്. ദാറ്റ് ഈസ് ദ സൈൻ ദാറ്റ് യു ആർ എംപ്റ്റി. നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ മാറും ദൈവമക്കളെ. ദൈവസന്നിധിയില അതാ യേശു കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ചത്. നിർജ്ജന പ്രദേശത്ത് പോയി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, എന്തിനാ നിർജ്ജന പ്രദേശത്ത് പോയത്? താൻ കരയുന്നത് ആരും കാണരുത്, അതിനു വേണ്ടി. ഞാൻ അങ്ങനെയാ ചിന്തിക്കുന്നത്. താൻ മാറത്തടിച്ചത് അവിടെ എഴുതിയിരിക്കുന്ന ഉറച്ച നിലവിളിയോടും കണ്ണുനീര്, സപ്ലിക്കേഷൻ എന്നൊക്കെയാ. ഞാൻ അത് ആ വചനത്തിലേക്ക് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആ വാക്യം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് സിംപ്ലി എ പ്രയർ. ഹി വാസ് ഇൻറ്റൻസ്. ഗെത്സമന തോട്ടത്തിൽ അവിടുത്തെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ ഓരോ പ്രാർത്ഥനയിലും അവിടുത്തെ രക്തത്തുള്ളി, അവിടുത്തെ വിയർപ്പ് തുള്ളി രക്തത്തുള്ളികളായി മാറും ദൈവസന്നിധിയിൽ. കാരണം യേശു പ്രാർത്ഥിക്കുന്നത്, പിതാവേ, അങ്ങയുടെ കൃപയില്ലെങ്കിൽ അങ്ങയുടെ പുത്രന് ഇന്ന് ജീവിക്കാൻ കഴിയില്ല ഈ ലോകത്ത്. കം ടു ഗോഡ് വിത്ത് ആൻ എംപ്റ്റിനെസ്. മത്തായിയുടെ സുവിശേഷം 11:28 കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, the Lord is inviting you and me. കർത്താവ് പറയുന്നു, come to me, all of you who are heavy laden and full of burdens. ഈ ലോകത്തിൽ എവിടെ എനിക്ക് എൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാമെന്നോർത്ത്, ഈ ലോകത്തിൽ എനിക്ക് സ്വസ്ഥതയില്ലെന്നോർത്ത്, കുടുംബത്തിൽ എനിക്ക് സ്വസ്ഥതയില്ലെന്നോർത്ത്, എനിക്ക് സമാധാനമില്ലെന്നോർത്ത്, സന്തോഷമില്ലെന്നോർത്ത്, അനേക വിഷയങ്ങളോർത്തെൻ്റെ ഹാലലോ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഞാൻ ബലഹീനനാണ്, എൻ്റെ ഭാരങ്ങൾ ആര് കേൾക്കും എന്നോർത്ത് സഹോദര സഹോദരി നീ വിഷമിക്കുന്നെങ്കിൽ യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവേൻ. ഇതൊക്കെ റോങ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നവരുണ്ട് ന്യൂജൻ ടീച്ചിങ്ങിലൊക്കെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഇതൊന്നും വിഷമിക്കേണ്ട, കർത്താവ് ഇഷ്ടം പോലെ തരുമെന്ന്.
ആ അധ്വാനത്തെക്കുറിച്ചല്ല. ഇഫ് യു ഗോ ടു ദ റൂട്ടിൽ, അതിൻ്റെ മൂലഭാഷയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അതിനകത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതിൻ്റെ മൂലഭാഷയിലേക്ക് പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചകിരി പിരിച്ച് കയറുണ്ടാക്കുന്നത്. അതിൻ്റെ ഓരോ ലെയറും ഓരോ ത്രെഡും കൂടെ അത് പിരിക്കും, ട്വിസ്റ്റ് ചെയ്ത്. So it is something like that. When your life is twisted through different circumstances and situations, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ സമ്മർദ്ദങ്ങളും ഓരോ അനുഭവങ്ങളും നിന്റെ ജീവിതത്തെ ഇട്ട് പിരിക്കുകയാണ്. അത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നുള്ളതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ പറയുന്നത്. ഒരാശ്വാസവുമില്ല, ഒരു സമാധാനവുമില്ല, ഒരു സ്വസ്ഥതയുമില്ല, ഒരു സന്തോഷവുമില്ല. നാളേക്ക് നോക്കിയാൽ എല്ലാം ഇരുണ്ടിരിക്കുക. കർത്താവ് പറയുക, നീ എൻ്റെ അടുക്ക വാ, ഞാൻ നിനക്ക് സ്വസ്ഥത തരാം. കം ടു ദ ലോർഡ് അഡ്മിറ്റിംഗ് ദാറ്റ് ഐ ആം എംപ്റ്റി വിതൗട്ട് യു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. യേശു അങ്ങനെയായിരുന്നു പിതാവിൻ്റെ അടുക്കലേക്ക് പോയത്. അതുകൊണ്ട് അവിടുന്ന് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചന കഴിച്ചത്. അതുകൊണ്ടാണ് അവൻ്റെ അനുസരണ നിമിത്തം ഉത്തരം ലഭിച്ചത്. അതുകൊണ്ട് അവൻ തികഞ്ഞവനായി തന്നെ കാത്തിരിക്കുന്ന എല്ലാവർക്കും രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നത്. ഐ ടെൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ, ഇഫ് യു ആൻഡ് ഐ ഗോ ടു ഗാഡ് വിത്ത് ദാറ്റ് സോർട്ട് ഓഫ് എ ഹാർട്ട്, വി വിൽ ബി എ ബ്ലെസ്സിംഗ് ടു സോ മെനി പീപ്പിൾ ഇൻ ദ ടൈം ടു കം. വി വിൽ റിസീവ് ഫ്രം ഹിം ആൻഡ് വി വിൽ ബ്ലെസ് ദ പീപ്പിൾ. സങ്കീർത്തനങ്ങൾ 62:1 പറയുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. എൻ്റെ ഉള്ളം, മൈ സോൾ വെയിറ്റ്സ് അപ്പോൺ ദ ലോർഡ്. മൈ സോൾ വെയിറ്റ്സ് അപ്പോൺ ദ ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഡു യു ഹാവ് സച്ച് എ വെയിറ്റിംഗ് പീരീഡ് വിത്ത് ഗോഡ് സം ടൈം ഇൻ എ ഡേ? ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാവിൽ കാത്തിരിക്കുന്ന ഒരു സമയം നമുക്കുണ്ടോ? ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അവേഴ്സ്, കപ്പിൾ ഓഫ് മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ്. അത് വാഹനത്തിലായിക്കൊള്ളട്ടെ, പ്രാർത്ഥനാ മുറിയിലായിക്കൊള്ളട്ടെ, ഓൺ യുവർ വേ ടു ജോബ് ആയിക്കൊള്ളട്ടെ, ജോലിക്ക് പോകുന്ന യാത്രയിലായിരിക്കാം, വാഹനത്തിനകത്തായിരിക്കാം, ഭവനത്തിനകത്തായിരിക്കാം, എവിടെയെങ്കിലും കർത്താവിൻ്റെ സന്നിധി നിന്റെ ആത്മാവിനെ ഇറക്കി വെച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ അങ്ങയ്ക്കായി കാത്തിരിക്കുന്നു, അങ്ങയുടെ കൃപയ്ക്കായി കാത്തിരിക്കുന്നു. ഐ ആം എംപ്റ്റി. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാ. എക്സോഡസ് ചാപ്റ്റർ 33 പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോശയോട് കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയാമോ? അതിന് ദൈവം, അതിന് യഹോവയായ ദൈവം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കണമേ സഹോദര സഹോദരി, Moses was empty. When Moses was called out to lead these people, Moses said, I can't do it. ഞാൻ വിക്കനാണ്, ഈ ജനത്തെ നയിപ്പാൻ്റെ കൂടെയുള്ള കഴിവെനിക്കില്ല. യു നോ ദാറ്റ്. നമ്മളൊക്കെ അന്ന് എടുത്തി ചാടിയന്. പക്ഷെ ഒരു 40 വർഷം മുമ്പാണെങ്കിൽ മോശ ചാടി ഇറങ്ങിയതിനെ വരാം. അന്നൊന്ന് ഇറങ്ങിയതാ, പക്ഷെ അവൻ തോറ്റുപോയി. ടുഡേ ഹീസ് എംപ്റ്റി ആഫ്റ്റർ സ്പെൻഡിങ് 40 years in the wilderness. മരുഭൂമിയിൽ ആടിനെ മേയിച്ച് 40 വർഷം കഴിഞ്ഞപ്പം തന്നിലുണ്ടായിരുന്ന ക്ലവർനെസ്, ഇൻ്റലിജൻസ്, തൻ്റെ ചരിഷ്മ എല്ലാം പോയി. ഇന്ന് അവനൊരു വിക്കനാ, സംസാരിക്കാൻ പോലും പറ്റത്തില്ല, തടിച്ച നാവുള്ളവനാ. യഹോവയായ ദൈവം തൻ്റെ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം വിളിച്ചപ്പോൾ മോശ പറഞ്ഞു, ഞാൻ തടിച്ച നാവുള്ളവനാ, ഈ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിയത്തില്ല. നിങ്ങൾക്കറിയാം 32-ാം അധ്യായത്തിൽ എക്സോഡസ് 32-ൽ നമുക്കറിയാം അഹരോൻ കാളക്കിടാവിനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അവിടെ വെച്ച് ദൈവത്തിൻ്റെ ശാപം, യഹോവയുടെ ശാപം ഇസ്രായേലിൻ്റെ മേൽ വരുന്നു. അവിടെയാണ് മോശ ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരാൻ പറയുമ്പോൾ ലേവ്യർ ചാടി ഇറങ്ങി വരുന്നത്. അതിനൊക്കെ പിന്നിൽ വലിയ ചരിത്രമുണ്ട് കേട്ടോ. ലേവ്യർ എന്തുകൊണ്ടാണ് മറ്റാരും വരാതെ ലേവ്യർ മാത്രം വന്നത്? അതിനൊക്കെ വലിയ ചരിത്രമുണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. വൈ ഓൺലി ദ ലെവൈറ്റ്സ് കം ഫോർവേഡ്? ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ലേവ്യർ മുന്നോട്ട് വന്നപ്പോൾ മോശ പറഞ്ഞു, ഓരോരുത്തൻ വാളെടുത്തിട്ട് നിന്റെ സഹോദരനെ കൊല്ലാൻ പറഞ്ഞു. ലേവ്യർ മടിച്ചു നിന്നില്ല, 3000 പേരെ കൊന്നു. ശാപം ആ ജനത്തിന്റെ മേൽ വന്നു. ദൈവം പിന്നെയും മോശയുടെ പ്രാർത്ഥന കേട്ട ജനത്തോട് ക്ഷമിച്ചു. അത് കഴിഞ്ഞ് യാത്ര പുറപ്പെടുന്നതിന് മുമ്പാണ് മോശയോട് ദൈവം പറയുന്നത്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും.
ഇവിടെ ഇരിക്കുന്ന ദൈവപൈതലേ, നിനക്ക് സ്വസ്ഥതയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ: ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഇല്ല. It is simple as it is. If you have no comfort in your heart, if you have no rest in your heart, the evidence is this: God is not with you. You may call yourself a servant of God or a believer, whatever you like you may call, and the whole world may be following you. But if you have no peace in your heart, if you have no rest in your heart, if you have no comfort in your heart, if you have no joy in your heart, mark is this: God is not with you. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എപ്പോഴെങ്കിലും എൻ്റെ ഹൃദയം ഭാരപ്പെടുമ്പോൾ, എപ്പോഴെങ്കിലും എൻ്റെ ഹൃദയം ഭയപ്പെടുമ്പോൾ, ഞാൻ ചുറ്റുപാടും ഭയത്തോടെ നോക്കും: കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്നിൽ നിന്ന് മാറുന്നു. ഇവിടെ പറയുന്നു, എന്താ പറയുന്നത് മോശയോട്? എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. നമുക്ക് ഹൃദയത്തിൽ സ്വസ്ഥത നൽകുന്നത് ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എംപ്റ്റി ആയിട്ട് എന്നിലൊന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞു വരുന്നവന് മാത്രമേ സ്വർഗം കൊടുക്കത്തുള്ളൂ. എൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് കർത്താവ് തരുന്നത് വെക്കാൻ സ്ഥലം? വി ആർ ഫുൾ ഓഫ് അവർ സെൽഫ്. സ്വാർത്ഥരാ നമ്മൾ. ലോകസ്നേഹം നമ്മൾ നിറഞ്ഞു നിൽക്കുക. ലോകത്തിൽ വലിയ ആഗ്രഹങ്ങളും അംബിഷൻസുമാണ് നമുക്ക്. അടുത്ത 5 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെയാകണം, അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇങ്ങനെയാകണം, എൻ്റെ റിട്ടയർമെന്റ് കഴിയുമ്പോൾ ഞാൻ ഇന്നടത്ത് സെറ്റിലാകും. എല്ലാം നല്ലതാ പദ്ധതി. സഹോദര, അതിൻ്റെ മുകളിൽ നീ ഒരു ക്യാപ്ഷൻ, ഒരു ടൈറ്റിൽ എഴുതി വെക്കണം: എൻ്റെ ദൈവം എന്നെ അനുവദിച്ചാൽ. വിശ്വാസികളാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ വലിയ പദ്ധതികൾ 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 വെച്ചുകൊണ്ടിരിക്കുക. സഹോദര സഹോദരി, മറക്കരുത്, സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം വിളിച്ചു പറയുന്നതൊന്ന്: ദൈവം നമ്മുടെ കൂടെയില്ല. നമ്മൾ എന്തെല്ലാം ചെയ്താലും, ഈ ബൈബിള് അരച്ച് പറക്കി കുടിച്ചാലും ശരി, ഫ്രം കവർ ടു കവർ, ഇൻസൈഡ് ഔട്ട്, എവറി സിംഗിൾ വേഴ്സസ്, you may be able to interpret and preach and write theses on that, maybe having a few PhDs after your name. But if you have no peace, that shows God is not with you. You are full of yourself. എൻ്റെ കയ്യിലെ എൻ്റെ ബാഗ് നിറച്ച് സാധനങ്ങളുമായിട്ട് ഞാൻ ഒരാളുടെ അടുത്തോട്ട് പോയിട്ട് ഈ ബാഗിലേക്ക് ഒന്ന് ഇടണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബാഗിലെ മൊത്തം നിറഞ്ഞിരിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, അഡ്മിറ്റ് അവർ എംപ്റ്റിനെസ്. ഇതിനകത്തൊന്നുമില്ല കർത്താവേ, എല്ലാം ശൂന്യമാക്കി അവിടുത്തെ സന്നിധിയിലേക്ക് വരിക. ഇവിടെ നോക്കിക്കേ, മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും, നിനക്ക് സ്വസ്ഥത നൽകും. അതിന് മോശ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനവനോട് എന്ന് പറഞ്ഞാൽ മോശ യഹോവയോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ബ്യൂട്ടിഫുള്ളായിട്ട് അപേക്ഷയാണ്. തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഇത് ശാഠ്യമുള്ളൊരു ജനമാണ്, പാപം ചെയ്തൊരു ജനമാണ്, അങ്ങയെ വേദനിപ്പിക്കുന്ന ഒരു ജനമാണ്, അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാത്ത ജനമാണ്. ഞങ്ങളുടെ കൂടെ അതിന് ഒരു പേജ് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ നടുക്ക് നിൽക്കത്തില്ല, കാരണം നിങ്ങൾ ദുശാഠ്യമുള്ളൊരു ജനമാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ യാത്ര ചെയ്യാമെന്ന്. ഇവിടെ മോശ പറയുക, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ വന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ ഇല്ല എങ്കിൽ എനിക്ക് ലോകത്ത് ജീവിക്കേണ്ട കർത്താവേ, എനിക്ക് ലോകത്ത് ജീവിക്കേണ്ട. ദിസ് ഈസ് എ മാൻ ഹു ടേക്സ് ഹിസ് ലൈഫ് സീരിയസ്ലി. ഈ ലോകത്തിൽ 1000 വർഷം ജീവിച്ചിട്ട് ഇൻഫിനിറ്റ് ടൈം നിത്യനരകത്തിൽ പോകുന്നതിനേക്കാൾ എത്ര നല്ലതാ ഈ ഭൂമി ജീവിക്കാതെ സ്വർഗത്തിൽ പോകുന്നത്. ഞാൻ വേഗം മുന്നോട്ട് പോകുകയാണ്. This must be our attitude. Lord, if you are not coming with me, I don't need to go anywhere else. ഈ ഭൂമി എന്നെ ഏത് ഉന്നതങ്ങളിൽ എത്തിച്ചാലും, ഈ ലോകം എനിക്ക് ഏത് സ്ഥാനമാനങ്ങൾ തന്നാലും, ഏത് അധികാരങ്ങൾ തന്നാലും, ഏതവസ്ഥയിൽ എന്നെ എത്തിച്ചാലും, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇരിക്കുന്നില്ല എങ്കിൽ I don't want to go anywhere else. I am willing to be at your feet all the time. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. This is number 1. Admit your emptiness. Number 2, submit what you have before God. നിന്റെ കയ്യിലുള്ളത് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം.
അവിടെയാണ് നമ്മൾ ശൂന്യരാകുന്നത്. ഒന്ന്, ഞാൻ ശൂന്യനാണെന്ന് സമ്മതിക്കണം. എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഗോഡ് ഐ കാൻ ഡു എനിത്തിങ്. ഐ ആം നത്തിങ്, ഐ ഹാവ് നത്തിങ്, ഐ ക്യാൻ ഡു നത്തിങ് വിതൗട്ട് ക്രൈസ്റ്റ്. ഐ ആം നത്തിങ്, ഐ ഹാവ് നത്തിങ്, ഐ ക്യാൻ ഡു നത്തിങ്, ഓ ലോർഡ്, വിതൗട്ട് യു. എന്നിട്ട് അടുത്ത് ചെല്ലുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കയ്യിലുള്ളത് അവൻ്റെ സന്നിധി സമർപ്പിക്കണം. കാരണം ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ചിലതൊക്കെ നേടിയിട്ടുണ്ടല്ലോ. വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, പരിജ്ഞാനം ലോകത്തിൻ്റെ പരിജ്ഞാനം, ലോകത്തിൻ്റെ നീതി, നമ്മുടെ പല പല കാര്യങ്ങളുണ്ട്. നമ്മളതൊന്ന് പറയുന്നത് നമ്മുടെ കിരീടങ്ങളുണ്ടല്ലോ ഈ ലോകത്തിൻ്റെ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും 4-5 അധ്യായങ്ങളിൽ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇട്ട് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ലോകം നമുക്ക് തന്നിട്ടുള്ള കിരീടങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കണം. വിദ്യാഭ്യാസം നൽകിയത്, ലോകം തന്നിരിക്കുന്ന ക്രെഡൻഷ്യൽസ്, വലിയ കുടുംബത്തിൽ ജനിച്ചവനാണെന്നുള്ള ചിന്ത, ജനിച്ചവളാണെന്നുള്ള ചിന്ത, വലിയ ജോലിയിലും വലിയ സമ്പന്നതയിലും ഉണ്ടെന്നുള്ളത്, വലിയ സ്ഥാനമാനങ്ങളോ ഞാൻ ഇവരെ പോലൊന്നുമല്ല, ഐ ആം ഹൈ ക്ലാസ്. നിന്റെ എല്ലാ കിരീടങ്ങളും അവിടുത്തെ പാദപീഠത്തിൽ വയ്ക്കണം. എക്സോദസ് അനുഗ്രഹത്തിൻ്റെ ആദ്യപടി അതാ കേട്ടോ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറഞ്ഞു, മോശ ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ് എംപ്റ്റിനെസ് കൺഫസ് ചെയ്ത് എനിക്ക് കഴിയത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം ചോദിച്ചത്, നിൻ്റെ കയ്യിലിരിക്കുന്ന എന്തുവാണ്? വാട്ട് ഈസ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ്? വാട്ട് ഈസ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ്? വാട്ട് വാസ് ദെയർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മോസസ്? എ കെയിൻ, എ സ്റ്റാഫ്, എ റോഡ്, ഒരു വടി. ഈ വടി എവിടുന്ന് വെട്ടിയ വടിയാ? ഇന്നത്തെ പ്രസംഗരാണെങ്കിൽ പറയും നല്ലൊരു മടുക്ക അവിടെ നിൽപ്പുണ്ടായിരുന്നു, മടുക്കയുടെ കമ്പ് വെട്ടിയതാണ്. ഭയങ്കര ക്ലവർനെസ് ഇന്നത്തെ ആൾക്കാർക്കൊക്കെ. ഈ സമയത്ത് അടുത്ത സമയത്ത് ഒരു സഹോദരന് എന്നോട് ഷെയർ ചെയ്തായിരുന്നു. എന്തോന്നറിയാമോ? കർത്താവ് വരുമ്പോൾ 19-ാം അധ്യായം, വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ ഒരു കുതിരയെക്കുറിച്ച് പറയുന്നുണ്ട്. കുതിരയുടെ വാലിൻ്റെ നീളം വരെ ഇപ്പോഴത്തെ ആൾക്കാർ പ്രസംഗിക്കുമെന്ന്. റിയലി, നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്തെല്ലാം ഫൂളിഷ്നെസ്സാണ്. അത് കേട്ടുകൊണ്ട് കൈയടിച്ച് ഹല്ലേലൂയ പറയാൻ കുറേ വിശ്വാസികൾ. ദൈവത്തിൻ്റെ തിരുവചനം നിനക്ക് വെളിപ്പെടുത്തി തരാത്തതൊക്കെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് മറക്കരുത്. ആരെങ്കിലും നമ്മുടെ അടുത്ത് ദൈവവചനം വിവേചിച്ച് തരികയാണെങ്കിൽ അവരോട് ചോദിക്കണം, വേർ ഇൻ ദ സ്ക്രിപ്ചർ ഇറ്റ് ഈസ് റിട്ടൺ സോ. ബെറോവയ സഭയിലെ വിശ്വാസികളെ പോലെ ചോദിക്കണം, സഹോദര ഇപ്പൊ പറഞ്ഞത് ദൈവവചനത്തിൽ എവിടെയാ ഒന്ന് കാണിച്ചു തന്നെ. ഹല്ലേലൂയ. കർത്താവ് മോശയോട് ചോദിച്ചു, യഹോവയായ ദൈവം മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? മോശ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആകെ ഉള്ളതൊരു വടി മാത്രമാണ്. ശ്രദ്ധിക്കണമേ, കർത്താവ് പറഞ്ഞു ആ വടിയെ നിലത്തേക്കിടാൻ പറഞ്ഞാൽ എൻ്റെ സന്നിധിയിലേക്ക് വയ്ക്കുന്ന അതിൻ്റെ അർത്ഥം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ആ വടി നീ ഒന്ന് എടുത്തേ. അതിൻ്റെ പാലെ പിടിച്ച് എടുത്തപ്പോൾ അത് പാമ്പായി. ഈ വടി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മോസസ് ചെയ്തത്. ചിന്തിച്ചു നോക്കി. ഒന്നുമല്ലാതിരുന്ന ആടിനെ തല്ലിക്കൊണ്ട് ആടിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരു വടി, ഏതോ ഒരു മരത്തെ നിങ്ങാണ്ട് വെട്ടി ഒരു വടി, ഒരു ഉണക്ക വടി, സൗന്ദര്യമില്ലാത്ത വടി, ബലമില്ലാത്ത വടി, ഭംഗിയില്ലാത്ത വടി. മോശയുടെ കയ്യിൽ ആകെ ഉള്ളത് അതായിരുന്നു. യഹോവയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഫറവോന്റെ മുമ്പിൽ അത് പാമ്പായി മാറി. ആ വടി ചെങ്കടലിന് നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി മാറി. ആകാശത്തേക്ക് നീട്ടിയപ്പോൾ മേഘനാദവും ഇടിമിന്നലും ഭൂമിയിലേക്ക് വന്നു. രാജാക്കന്മാരുടെ സൈന്യങ്ങളുടെ നേരെ നീട്ടിയപ്പോൾ ഹല്ലേലൂയ സൈന്യങ്ങൾ തോറ്റു പിന്മാറി. ഒരുവൻ ഹല്ലേലൂയ ഒരു ദിവസം മുഴുവനും തന്റെ കൈയും വടിയും ഉയർത്തി പിടിച്ചപ്പോൾ ഹല്ലേലൂയ അന്ന് ഇസ്രായേലിന് അന്നത്തെ ദിവസം മുഴുവനും ജയമായിരുന്നു. യഹോവയെ അനുഗ്രഹിച്ചൊരു സാധനം നമ്മുടെ കയ്യിൽ തിരിച്ചു തന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ലോകത്തിന് മുഴുവനും അത്ഭുതവും അനുഗ്രഹവുമായി മാറും. സഹോദര സഹോദരി, നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് നിനക്ക് തോന്നിയേക്കാം. എന്തെങ്കിലും ഒരു ചെറുത് നിന്റെ കയ്യിൽ തന്നിട്ടുണ്ടോ കർത്താവ്? അത് ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചേ. അനേകർക്ക് അനുഗ്രഹമാകുമാറ് കർത്താവ് അതിനെ അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണാം, ഒരു ബാല്യക്കാരൻ ഒരു കൊച്ചു ചെറുക്കൻ കൊണ്ടുവന്നിട്ട് 5 അപ്പവും 2 മീനും കൂടെ കർത്താവിൻ്റെ കയ്യിലോടൊന്ന് കൊടുത്തു. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഹല്ലേലൂയ. 5000 പുരുഷന്മാര് പ്ലസ് സ്ത്രീകള്, അവരുടെ കുഞ്ഞുങ്ങളെ എത്രായിരം മനുഷ്യർ തിന്ന് തൃപ്തരാക്കി. അത് മാത്രമല്ല, ഈ 5 അപ്പവും 2 മീനും കൊണ്ട് തിരിച്ചു വന്നവന് വൈകിട്ട് വീട്ടിൽ പോയപ്പോൾ എത്ര കൊട്ടയം കൊണ്ടായിരിക്കും ചിലപ്പോൾ പോയത്. This is what happens when you submit what you have before God. നിന്റെ കയ്യിലുള്ളത് ഏറ്റവും ചെറുതായിക്കൊള്ളട്ടെ,
ഒന്നുമില്ലാത്ത കർത്താവേ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. പക്ഷേ 1-2 പേരെയൊക്കെ വചനം പറഞ്ഞ് ബലപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. മതി സഹോദര, നീ അത് കർത്താവിൻ്റെ കയ്യിലോടൊന്ന് കൊടുത്തേ. കർത്താവേ, എനിക്ക് ഫ്രണ്ടിൽ വന്നു നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, എന്നെ മുട്ടിടിക്കും, എന്നെ വിറയ്ക്കും, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. അത് മതി സഹോദരി, നീ കൊടുത്തേ കർത്താവിൻ്റെ കയ്യിലോട്ട്. കർത്താവേ, എനിക്ക് തന്ന ഭൗതിക നന്മകൾ കൊണ്ട് ചെറുതായിട്ടെങ്കിലും ദൈവസഭയെ സഹായിക്കണം, ദൈവജനത്തെ സഹായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. മതി സഹോദരി, മതി സഹോദര, നീ അത് കർത്താവിന്റെ കയ്യിലൊന്ന് കൊടുക്ക. 1, admit that you are empty. 2, submit what you have in your hand before God in faith. നിന്റെ കയ്യിലുള്ളത് ദൈവസന്നിധിയിലേക്ക് കൊടുക്ക. എന്തിനു വേണ്ടിയാ? ഫുൾനെസ് പ്രാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. കർത്താവിൻ്റെ ഫുൾനെസ് പ്രാപിക്കാനുള്ള വഴി, ഹല്ലേലൂയ, കൃപമേൽ കൃപ, ആ സമ്പൂർണ്ണത പ്രാപിക്കുവാനുള്ള വഴിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സമയം ഒത്തിരി പോയി, 5 മിനിറ്റ് കൊണ്ട് നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 3-ാമത്തേത്, obey what you hear and follow him. നീ കേൾക്കുന്നത് എന്തോ, കർത്താവിൽ നിന്ന് നീ എന്ത് കേൾക്കുന്നുവോ തിരിച്ചു ചോദിക്കാതെ അതിനെ അനുസരിച്ച് അവൻ്റെ പിന്നാലെ പോവുക. ഇറ്റ് മേ നോട്ട് വർക്ക് വിത്ത് യുവർ ലോജിക്, ഇറ്റ് മേ ബി കോൺട്രറി ടു യുവർ റീസണിങ്സ്. നിന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതായിരിക്കാം, നിന്റെ യുക്തിക്ക് മനസ്സിലാക്കാത്തതായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ ശബ്ദം നീ കേൾക്കുമ്പോൾ തിരിച്ചൊന്ന് ചോദിക്കാതെ, അതിനോട് വാദിക്കാതെ, അത് വിശകലനം ചെയ്യാതെ, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാതെ, കൂട്ടുകാരോട് അതിൻ്റെ വയബിലിറ്റിയെ കുറിച്ച് അന്വേഷിക്കാതെ, നീ അതനുസരിച്ച് വിശ്വാസത്തിൽ അവൻ പറയുന്ന ചുവട് വെച്ച് അവൻ്റെ പിന്നാലെ പോകും. ഹല്ലേലൂയ. ഫെയ്ത്ത് ഈസ് അഗൈൻസ്റ്റ് ദ ലോജിക്. വിശ്വാസം എന്ന് പറയുന്നത് യുക്തിക്കെതിരാണ്. യുക്തിയും വിശ്വാസവും കൂടെ, അനേക വിശ്വാസികളുടെ പ്രശ്നം ഇതാ. അവർ ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും, പക്ഷെ ഫെയ്ത്തിനെ അവർ യുക്തി കൊണ്ട് ടെസ്റ്റ് ചെയ്യും. യു കനോട്ട് ടെസ്റ്റ് ഫെയ്ത്ത് വിത്ത് യുവർ റീസണിങ്സ്, because faith is the things which are unseen. It is a surety of things which you are hoping for. ആശിക്കുന്നതിൻ്റെ ഉറപ്പാ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമോ വിശ്വാസം. There is no evidence there. അവിടെ അടയാളമില്ല, അവിടെ തെളിവില്ല, അവിടെ കാണാനൊന്നുമില്ല. അതൊക്കെ by faith. പുതിയ നിയമത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണെന്നോ താഴേക്ക് എഴുതി വെച്ചിരിക്കുന്നു, അവൻ പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിശ്വാസം വിട്ടിട്ട് ലോജിക്കിൻ്റെ പിന്നാലെ പിന്മാറുന്നെങ്കിൽ കർത്താവ് പറയുന്നു, എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഐ വിൽ നോട്ട് വർക്ക് വിത്ത് ഹിം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന 28-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ എത്രയേ ഭാഗ്യവാന്മാർ. ഹു ആർ ദ ബ്ലസ്ഡ്? ബ്ലസ്ഡ് ആർ ദ വൺ ഹു ഹിയർ ആൻഡ് ഒബേ ദ വേർഡ് ഓഫ് ഗാഡ്. കേൾക്കുന്നവരല്ല ഭാഗ്യവാന്മാർ, കേട്ടിട്ട് അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ വിത്ത് ദിസ് ഇൻ അനദർ 3 minutes ഐ ആം ഫിനിഷിംഗ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വി സീ ദ പാരബിൾ ഓഫ് എ സോവർ. വിതയ്ക്കുന്നവൻ്റെ ഉപമ നമ്മൾ കേട്ടു അല്ലേ? ആ വിതയ്ക്കുന്നവൻ വിത്തും കൊണ്ട് പുറപ്പെടുന്നുണ്ടല്ലോ. ഈ വിത്ത് എവിടുന്ന് അവന് കിട്ടിയത്? ഹാവ് യു എവർ തോട്ട് ദാറ്റ്? നമ്മളൊക്കെ പ്രസംഗം ആരംഭിക്കുമ്പോൾ, നമ്മളൊക്കെ അത് വചനം ആരംഭിക്കുമ്പോൾ വിതയ്ക്കുന്നവൻ വിത്ത് കൊണ്ട് പുറപ്പെട്ടതായിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ ഈ വിത്ത് എവിടുന്ന് അവന് കിട്ടിയെന്ന്? അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഈ വിത്ത് ആരോ അവന് കൊടുത്തു. ആ വിത്ത് ദൈവവചനമാണെന്ന് അവിടെ പറയുന്നത്. ഇല്ലസ്ട്രേഷൻ. അങ്ങനെയാണെങ്കിൽ ദൈവവചനം ആരാ നമുക്ക് തന്നത്? കർത്താവ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രത്യേകിച്ച് ശുശ്രൂഷയിലുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹല്ലേലൂയ, നെവർ ട്രൈ ടു പ്രൊഡ്യൂസ് ദ സീഡ്. വിത്ത് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. വിത്ത് അവന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. Take an empty bag and go to him and ask the Lord to fill that bag with the seed so that you can sow. ശൂന്യമായ ഒരു ബാഗും കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് വിതയ്ക്കുവാനുള്ള വിത്ത് ഈ ബാഗിൽ അങ്ങ് നിറച്ചു തരണം. ആ വിതയ്ക്കുന്ന വിത്ത് അനേകർക്ക് അനുഗ്രഹമായി തീരും.
പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ആ ബാഗും കൊണ്ട് അങ്ങോട്ടല്ല പോകുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ ഈ കുറച്ച് സ്റ്റോക്ക് ഇരിപ്പുണ്ട് സീഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റാരുടെയും കയ്യിൽ നിന്ന് സീഡ് വാങ്ങിക്കും. ഇച്ചിരി സീഡ് തരണേ, എനിക്ക് അവിടെ നിന്ന് വിതയ്ക്കാനാണ്. അതല്ലേ നടക്കുന്നില്ല അല്ലേ? ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. ചിലർ കയ്യിൽ നിന്ന് കുറച്ച് സീഡ് വാങ്ങിക്കും. കുറച്ച് സീഡ് തരണേ, ഇച്ചിരി സീഡിൻ്റെ കുറവുണ്ട്, ഒരല്പം സീഡ്. Go to the one who owns പെർഫെക്റ്റ്. മുമ്പേ പറഞ്ഞതുപോലെ ഫുൾനെസ് ഉള്ളവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് വാങ്ങാം. കൃപമേൽ കൃപ പ്രാപിച്ച് ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഈ നാളുകളിൽ നമുക്ക് സേവിക്കാം, കർത്താവിനെ ശുശ്രൂഷിക്കാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിൽ നിന്ന് നമുക്ക് കൃപ പ്രാപിക്കാം. അവൻ്റെ നിറവിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം. നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുവെങ്കിൽ, ലഭിക്കാത്തവരായി ആരെങ്കിലും എന്നെ ഇന്നത്തെ രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് ഇന്ന് വചനത്തിലൂടെ നമ്മൾ കേട്ടത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് എംപ്റ്റി ആയിട്ട് ചെല്ലുക. കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ശൂന്യനാണ്, എനിക്ക് കഴിവില്ല, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് സമ്മതിക്കുക. അതുമാത്രമല്ല, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് നിനക്ക് തോന്നുന്നുവോ, നീ എന്തിലാണോ ഇത്രയും കാലം ഊറ്റം കൊണ്ടിരുന്നത്, എൻ്റേതെന്ന് പറഞ്ഞ് എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കുക. അത് കർത്താവിൽ നീ എന്ന് പ്രാപിക്കുക തിരിച്ച്. 3, കർത്താവ് നിന്നോട് എന്തു പറയുന്നുവോ തിരിച്ചു ചോദിക്കാതെ, വിശ്വാസത്തിൽ, യുക്തിയെ നോക്കാതെ വിശ്വാസത്തിൽ അതനുസരിച്ച് അവൻ്റെ കാൽ ചുവട് പിൻപാടി മുന്നോട്ട് നടക്കുക. കൃപമേൽ കൃപ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഒരു ചെറിയ മെസ്സേജാണ് ഇന്നത്തെ രാത്രി നമ്മൾ കേട്ടത്.